തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു കർഷകൻ്റെ വീട്ടിലേക്ക് ഒരു കുതിര വന്നു കയറി. അയാൾക്ക് സന്തോഷമായി. നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്ന് വിളിച്ചു. കർഷകൻ പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ ആരറിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുതിര വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, എന്തൊരു നിർഭാഗ്യവാൻ. അപ്പോഴും കർഷകൻ പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ ആരറിഞ്ഞു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുതിര തിരികെ വന്നു, കൂടെ ഏതാനും കാട്ടുകുതിരകളെയും കൂട്ടിക്കൊണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തൊരു ഭാഗ്യവാൻ. അപ്പോൾ കർഷകൻ പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ ആരറിഞ്ഞു. ഒരു ദിവസം ഈ കാട്ടുകുതിരകളിൽ ഒന്നിന്മേൽ കർഷകൻ്റെ മകൻ യാത്ര ചെയ്തു. പരിചയമില്ലാത്ത യാത്രയിൽ കർഷകൻ്റെ മകൻ കുതിരപ്പുറത്ത് നിന്ന് വീണ് കൈയൊടിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തൊരു നിർഭാഗ്യവാൻ, മകൻ്റെ കൈയൊടിഞ്ഞല്ലോ. അപ്പോഴും കർഷകൻ പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ ആരറിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ആ നാട്ടിലൊരു യുദ്ധമുണ്ടായി. ചെറുപ്പക്കാരായ എല്ലാ യുവാക്കളും യുദ്ധത്തിന് പോകണമെന്ന് കൽപ്പന വന്നു. കൈയൊടിഞ്ഞ കർഷകൻ്റെ മകന് യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തൊരു ഭാഗ്യവാൻ. അപ്പോഴും കർഷകൻ പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ ആരറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നോക്കി ചിലർ ഭാഗ്യമെന്നും ചിലർ നിർഭാഗ്യമെന്നും വിധി എഴുതാറുണ്ട്. പലപ്പോഴും നമ്മളും അങ്ങനെ ആ വിധിയെഴുത്തിൽ തളർന്നു പോകാറുണ്ട്, അഹങ്കരിക്കാറുമുണ്ട്. എന്നാൽ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞ് സംഭവിക്കുന്നതാണ്. നിൻ്റെ ശിരസിലെ മുടിനാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാനോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും നിരാശനാകാനോ കൂട്ടാക്കാതെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മുന്നേറാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.